Now, CRGയിലെ 19th ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മോഷൻ? ഒരു വാലിഡായ, അതായത് വിലയുള്ള ഒരു മോഷൻ പുട്ട് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഒരു മെമ്പർ മീറ്റിംഗിൽ വയ്ക്കുന്ന പ്രപ്പോസലാണ് മോഷൻ. നമുക്കറിയാം അതിന് എന്തൊക്കെ അനിവാര്യ ഘടകങ്ങൾ വേണം എന്നുള്ളതാണ്. നമുക്ക് എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നതാണ്. In a meeting, a motion is a proposal made by a member to take a specific action or make a decision. ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി, ഒരു നിശ്ചിത പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഒരു മെമ്പർ മീറ്റിംഗിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസലാണ്, ആലോചനയാണ് മോഷൻ. നമുക്കറിയാം. ഫോർ എ മോഷൻ ടു ബി വാലിഡ്, അങ്ങനെ മീറ്റിംഗിൽ ഒരു മോഷൻ നമ്മൾ വാലിഡ് ആകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് മീറ്റ് സർട്ടൻ എസെൻഷ്യൽസ്, അതിന് ചില എസെൻഷ്യൽ ക്വാളിറ്റീസ് ഒക്കെ വേണം. ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ എ മെമ്പർ. മോഷൻ എന്ന് നടത്തുന്നത് ഒരു മെമ്പർ മുന്നോട്ട് വയ്ക്കുന്നതായിരിക്കണം. എ മോഷൻ മസ്റ്റ് ബി മെയ്ഡ് ബൈ എ മെമ്പർ ഓഫ് ദ മീറ്റിംഗ്. മീറ്റിംഗിന്റെ ഒരു മെമ്പർ ആയിരിക്കണം ഇത് മുന്നോട്ട് വയ്ക്കേണ്ടത്. ടിപ്പിക്കലി എ വോട്ടിംഗ് മെമ്പർ, പ്രത്യേകിച്ചും ഒരു വോട്ട് ചെയ്യാൻ അർഹതയുള്ള മെമ്പർ ആയിരിക്കണം മോഷൻ മുന്നോട്ട് വയ്ക്കേണ്ടത്. രണ്ട്, ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്. ഇത് വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യമായിരിക്കണം. ഈ പ്രപ്പോസല് ദ മോഷൻ മസ്റ്റ് ബി ക്ലിയർലി ആൻഡ് കൺസൈസ്ലി സ്റ്റേറ്റഡ്. വളരെ വ്യക്തമായി പറയണം അതിന്റെ ആശയം, അതുപോലെ തന്നെ വളരെ ചുരുക്കി പറയണം. സോ ദാറ്റ് ഓൾ ദ മെമ്പേഴ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബീങ് പ്രപ്പോസ്ഡ്. അയാളുടെ ആലോചന, നിർദ്ദേശം, അതെന്താണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ മീറ്റിംഗിൽ എന്ന് എല്ലാ അംഗങ്ങൾക്കും മനസ്സിലാവണം. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് അൺആംബിഗ്യസ്. അത് സ്പെസിഫിക് ആയിരിക്കണം, സംശയ ലേശമന്യേ കൃത്യതയുള്ളതായിരിക്കണം. ദ മോഷൻ മസ്റ്റ് ബി സ്പെസിഫിക്, അൺആംബിഗ്യസ് ആൻഡ് ഫ്രീ ഫ്രം വെയ്ഗ് ലാംഗ്വേജ്. അവ്യക്തമായ ഭാഷാപ്രയോഗം ഉണ്ടാകാൻ പാടില്ല. നാലാമത്തെ പ്രത്യേകത, ഇറ്റ് ഷുഡ് ബി വിതിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കമ്പനി മീറ്റിംഗ്. കമ്പനി മീറ്റിംഗിന്റെ അധികാര പരിധി എന്നുണ്ടല്ലോ, കമ്പനി മീറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങൾ തീരുമാനമെടുക്കാം എന്ന് ആ തീരുമാനമെടുക്കാൻ കമ്പനി മീറ്റിംഗിന് അധികാരപ്പെട്ട മേഖലകളെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ മാത്രമേ അവിടെ ചർച്ചയ്ക്ക് വെച്ചിട്ട് കാര്യമുള്ളൂ, ആലോചനയ്ക്ക് വെച്ചിട്ട് കാര്യമുള്ളൂ. ദ മോഷൻ മസ്റ്റ് ബി വിതിൻ ദ ജൂറിസ്ഡിക്ഷൻ ആൻഡ് അതോറിറ്റി ഓഫ് ദ മീറ്റിംഗ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് ഈസ് it should not be contrary to the law or rules. കമ്പനിയുടെ നിയമങ്ങളുണ്ട്, അല്ലെങ്കിൽ റെഗുലേഷൻസ് ഉണ്ട്, ഗവർണിംഗ് ഓർഗനൈസേഷന്റെ റൂൾസ് ഉണ്ട്, സെബി നിയമങ്ങളുണ്ട്. ഇതിനൊന്നിനും എതിരല്ലാത്ത രീതിയിലുള്ള ആശയമായിരിക്കണം പ്രപ്പോസലില്, മോഷനില് മുന്നോട്ട് വെക്കേണ്ടത്. ആൻഡ് സിക്സ്ത് പോയിന്റ് ഷുഡ് ബി എ മോഷൻ മസ്റ്റ് ബി സെക്കൻഡഡ്. ഒരു മെമ്പർ മുന്നോട്ട് വെക്കുന്ന മോഷൻ വേറൊരാൾ അത് സെക്കൻഡ് ചെയ്യണം, അതിന് പിന്താങ്ങാനുണ്ടായിരിക്കും. In most cases, a motion must be seconded by another member to be considered valid. മിക്കവാറും കേസുകളിലൊക്കെ ഒരംഗം മുന്നോട്ട് വയ്ക്കുന്ന ആലോചനയെ രണ്ടാമതൊരംഗം അതിനെ പിന്തുണയ്ക്കാൻ ഉണ്ടാകണം എന്നതാണ്. ഏഴാമത്തെ ആശയം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പുട്ട് ടു എ വോട്ട്. അത് വോട്ടിനിടണം. മോഷൻ മസ്റ്റ് ബി പുട്ട് ടു എ വോട്ട് ആൻഡ് ദ ഔട്ട്കം മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ദ മീറ്റിംഗ്. അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് മീറ്റിംഗിന്റെ റൂൾസിനനുസരിച്ച് ഡിറ്റർമൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മോഷൻ പുട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്ന്. നമ്മുടെ ചോദ്യം ഒരിക്കൽ കൂടി എന്തായിരുന്നു? വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്? ഒരു വാലിഡ് മോഷൻ എന്തെല്ലാം എസെൻഷ്യൽ എലമെന്റ്സ് വേണം എന്നതായിരുന്നു.